ഹായ് വെൽക്കം ടു CC ഇഗ്നൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പരീക്ഷയ്ക്കൊക്കെ എന്തായാലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഷോർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ സ്റ്റേജസ് ഉണ്ടല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീനാറ്റൽ സ്റ്റേജ് ആണ്. പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗർഭധാരണം അല്ലേ. കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ള സമയത്തുള്ള ആ ഒരു പീരീഡാണ് പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീനാറ്റൽ സ്റ്റേജ് ആണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റേജ്. ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. Prenatal stage. From conception to birth, next basic physical structure develops. Next mother's health and nutrition are very important. അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കേണ്ടത്. ഏതൊക്കെയാണ്? ഫ്രം കൺസെപ്ഷൻ ടു ബർത്ത്, നമുക്കറിയാലേ ഗർഭധാരണം മുതൽ കുട്ടി ജനിക്കുന്നത് വരെയുള്ള ഒരു പീരീഡ് ആണ് എന്ത്? പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബേസിക് ഫിസിക്കൽ സ്ട്രക്ചർ ഡെവലപ്സ്. കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ സ്ട്രക്ചർ അല്ലെ, അടിസ്ഥാനപരമായിട്ടുള്ള ആ ശാരീരിക ഘടന രൂപപ്പെടുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. കുട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ശാരീരിക ഘടന ബേസിക് ഫിസിക്കൽ സ്ട്രക്ചർ ആണ്. ബേസിക് ഫിസിക്കൽ സ്ട്രക്ചർ ഡെവലപ്പ് ആകുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതുകൂടാതെ ഫ്രം കൺസെപ്ഷൻ ടു ബർത്ത്, ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? മദേഴ്സ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. മദേഴ്സ് ഹെൽത്ത്, ന്യൂട്രീഷൻസ്, അപ്പോൾ അമ്മയുടെ ആരോഗ്യവും അതുപോലെ തന്നെ പോഷകാഹാരവും അല്ലെ. അമ്മയുടെ ആഹാരം, അമ്മയുടെ മാനസിക സ്ഥിതി എങ്ങനെയാണ്, അമ്മ എത്തരത്തിലുള്ള ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്, ഹാപ്പി ആണോ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കുട്ടിയുടെ ഒരു വളർച്ച നടക്കുന്നത്, കുട്ടിയുടെ ശരിയായ നല്ല രീതിയിലുള്ള വളർച്ച നടക്കുന്നത്. അപ്പൊ അമ്മയുടെ ആരോഗ്യവും അതുപോലെ തന്നെ പോഷകാഹാരങ്ങളും ന്യൂട്രീഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റേജില്. അപ്പൊ കുട്ടിയുടെ വളർച്ചയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ തൊട്ട് ഡെവലപ്മെന്റ്സ് തുടങ്ങും അല്ലെ. അപ്പൊ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ആണ് നമ്മൾ നോക്കിയത്. ഏതാണ് ആദ്യത്തെ സ്റ്റേജ്? പ്രീനാറ്റൽ സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് നോക്കാം. ഇൻഫൻസി അല്ലെ. ഇൻഫൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ശൈശവമാണ് അല്ലെ. അപ്പോ ഇൻഫൻസി എന്ന് പറയുന്നത് ശൈശവമാണ്, ഇൻഫൻസി. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് സ്റ്റേജ് പ്രീനാറ്റൽ സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫൻസി ആണ്, ശൈശവമാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻഫൻസി 0 to 2 years അല്ലെ. കുട്ടി ജനിച്ച് 2 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ഇൻഫൻസി അല്ലെങ്കിൽ ശൈശവം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത്, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് സെൻസസ്, ബിഗിനിങ് ഓഫ് വാക്കിംഗ് ആൻഡ് സ്പീക്കിംഗ്, കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓൺ പാരന്റ്സ്. അപ്പോൾ റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതുപോലെ തന്നെ സെൻസസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഏതൊരു സ്റ്റേജിലാണ്? കുട്ടിയുടെ സെൻസസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് ഈ ഒരു ഇൻഫൻസി എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജിലാണ്. അതുപോലെ ബിഗിനിങ് ഓഫ് വാക്കിംഗ് ആൻഡ് സ്പീക്കിംഗ് അല്ലെ. കുട്ടി നടക്കാനും ഓടാനും ഇരിക്കാനും പതിയെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങാനും, ഓരോ വേർഡ്സോ സെന്റൻസോ അല്ല, ചെറിയ അക്ഷരങ്ങൾ അല്ലെ, ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങൾ, സൗണ്ട്സ് ആണ് കുട്ടി ആ സമയത്ത് പുറപ്പെടുവിപ്പിക്കുന്നത്. അപ്പോ ബിഗിനിങ് ഓഫ് വാക്കിംഗ് ആൻഡ് സ്പീക്കിംഗ് ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഇൻഫൻസി ആണ്. അതുപോലെ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓൺ പാരന്റ്സ് അല്ലെ. മാതാപിതാക്കളുമായി വളരെ ഡിപ്പെൻഡഡ് ആയിരിക്കും ആര്? കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനോടും അമ്മയോടും
ആ കുട്ടിയെ ആരൊക്കെയാണ് നോക്കുന്നത്, പരിപാലിക്കുന്നത്? അവന് തന്നെ ചെയ്യാനുള്ള കഴിവൊക്കെ ആയോ? കുഞ്ഞു കുട്ടിയാണല്ലേ, എല്ലാം ഡെവലപ്പ് ആകുന്നേ ഉള്ളൂ. 0 to 2 years എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോ പരിപാലനം ആവശ്യമാണല്ലേ. അപ്പൊ എല്ലാവരുടെയും പരിപാലനം, പരിചരണം എല്ലാം കുട്ടിക്ക് ആവശ്യമാണ്. കുട്ടി ഡിപ്പെൻഡഡ് ആണ്. അപ്പോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് 0 to 2 years വരുന്ന ഇൻഫൻസി എന്ന് പറയുന്ന കാലഘട്ടം. ഇനി ഇൻഫൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്റ്റേജ് ഏതാണ്? ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ്, ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? ഈ ഒരു കാലഘട്ടം ഏതൊക്കെ നെയിംസിൽ അറിയപ്പെടുന്നു, ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ തേർഡ് സ്റ്റേജ് ആണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് പ്രോബ്ലം ഏജ് എന്നറിയപ്പെടുന്നു. പ്രോബ്ലം ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് സ്റ്റേജ് ആണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ് ആണ് പ്രോബ്ലം ഏജ് എന്ന് അറിയപ്പെടുന്നത്. പ്രോബ്ലം ഏജ് എന്ന് മാത്രമല്ല ഈ ഒരു സ്റ്റേജ് അറിയപ്പെടുന്നത് ടോയ് ഏജ്, കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ടോയ് ഏജ് എന്നറിയപ്പെടുന്നതും ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അപ്പൊ ടോയ് ഏജ്, കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയ് ഏജ് എന്നറിയപ്പെടുന്നതും ഏതാണ്? തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഇനി നെക്സ്റ്റ് പ്രീ ഗ്യാങ് ഏജ്. അപ്പൊ ഗ്യാങ് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൗമാരമായിരിക്കും ഉത്തരം, അല്ലെ? പക്ഷെ അല്ല. ഒരു 80 years ഒക്കെ വരുന്ന ആ ഒരു ടൈമിലുള്ള ഒരു ടീനേജ് ഒക്കെ ആയിരിക്കും ഗ്യാങ് ഏജ് അത് തന്നെയാണ്. പക്ഷെ പ്രീ ഗ്യാങ് ഏജ്, ഈ ഒരു പേര് മറക്കരുത്. പ്രീ ഗ്യാങ് ഏജ് എന്നാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ അത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന് കളിക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ എന്താണ്, ആ ഒരു ബന്ധം നീണ്ടു നിൽക്കണമെന്നില്ല. ഒരു ടീനേജിലുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ സൗഹൃദം നീണ്ടുപോകും, അല്ലെ? എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു ബന്ധം, ആ ഒരു കൂട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോ ആ സൗഹൃദം നീണ്ടു പോകാം, അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ വെച്ചൊക്കെ നിൽക്കാം. ആ ഒരു കളിക്കുന്ന സമയത്ത്, ആ ഒരു പ്ലേ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഗെയിംസ് കളിക്കുന്ന സമയത്തൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അഡ്ജസ്റ്റ്മെന്റിൽ ഭയങ്കര സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ പോകും. പക്ഷെ ചിലപ്പോൾ പിറ്റേ ദിവസം അത് ഉണ്ടാവണമെന്നില്ല, അല്ലെ? മുന്നോട്ട് പോകണമെന്നില്ല. അപ്പൊ പ്രീ ഗ്യാങ് ഏജ്, അപ്പൊ മുന്നോട്ടേക്ക് എപ്പോഴും പിന്തുടരുന്ന രീതിയിലുള്ള ഒരു സൗഹൃദം അവിടെ ഉണ്ടാകണമെന്നില്ല. എന്നാൽ എല്ലാവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ്. അതുകൊണ്ട് തന്നെ പ്രീ ഗ്യാങ് ഏജ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിലാണ് വേറെ സ്റ്റേജ് ആകുന്നത്. പ്രീ ഗ്യാങ് ഏജ് എന്ന് ചോദിക്കുമ്പോൾ അത് ഏർലി ചൈൽഡ്ഹുഡ് ആണ് എന്ന് മറക്കരുത്. അതുപോലെ തന്നെ എക്സ്പ്ലോറട്ടറി ഏജ് ഓർ ക്വസ്റ്റ്യനിങ് ഏജ് ആണ് ഏത്? ഏർലി ചൈൽഡ്ഹുഡ്. കുട്ടികൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, അല്ലെ? അതെന്താണ്, ഇതെന്താണ് എന്നുള്ള ചോദ്യം എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ്. എന്ത് കാര്യം അറിയാനുള്ളൊരു ത്വര, ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ടായിരിക്കും. അതാണ് ക്വസ്റ്റ്യനിങ് ഏജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിങ് ഏജ് എവിടെയാണ് വരുന്നത്? ഏർലി ചൈൽഡ്ഹുഡിലാണ് ക്വസ്റ്റ്യനിങ് ഏജ് വരുന്നത്. ഏർലി ചൈൽഡ്ഹുഡിലാണ് ക്വസ്റ്റ്യനിങ് ഏജ് വരുന്നത്. കുട്ടികൾക്ക് എന്തും അറിയാനുള്ള ഒരു താല്പര്യം, ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെ? അതെന്താണ്, ഇതെന്താണെന്നൊക്കെ അറിയാനുള്ള ആ ഒരു താല്പര്യം അവന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിങ് ഏജ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അതുപോലെ തന്നെ ഇമിറ്റേറ്റീവ് ഏജ്, അല്ലെ? മുതിർന്നവരെന്താണ് കാണിക്കുന്നത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുക. ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നു, കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുവാണ്. അപ്പൊ ആ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ പെരുമാറുന്നത് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതേപോലെ വീട്ടിൽ ചെന്നിട്ട് പഠിപ്പിക്കാനും, അതേപോലെ സാരിയൊക്കെയാണ് ടീച്ചർ കൊടുത്തെങ്കിൽ അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാനും, അതേപോലെ സാരിയൊക്കെ കൊടുത്തിട്ട് ഷോളൊക്കെ എടുത്തിട്ട് നിന്ന് പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ നിന്ന് ആക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ടീച്ചറിന്റെ കാര്യത്തിൽ മാത്രമല്ല, കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നത് ആരെയും കുട്ടി ഇമിറ്റേറ്റ് ചെയ്യും. കുട്ടിക്ക് ആ കാര്യം ഇഷ്ടപ്പെട്ടു, അവനതൊരു അല്ലെങ്കിൽ അവൾക്ക് അതൊരു കൗതുകമായിട്ട് തോന്നുവാണ്, അത് ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെ? ഇപ്പൊ ഈ ഒരു പിക്ചറിൽ കണ്ടതുപോലെ മദർ ഇവിടെ ലിപ്സ്റ്റിക് ഇടുകയാണ്, അല്ലെ? അപ്പൊ കുട്ടി അത് കണ്ടിട്ട് അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടുകയാണ്, അല്ലെ? അതാണ് ഇമിറ്റേഷൻ. ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഇമിറ്റേറ്റീവ് ഏജ് എന്ന് പറയുന്നത് എവിടെയാണ്? ഏർലി ചൈൽഡ്ഹുഡിലാണ് ഇമിറ്റേറ്റീവ് ഏജ് വരുന്നത്. അപ്പൊ ഇമിറ്റേറ്റീവ് ഏജ് എന്നറിയപ്പെടുന്നതും ഏർലി ചൈൽഡ്ഹുഡ് ആണ്. എന്താണ്? കുട്ടി അനുകരിക്കുകയാണ്. അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവൻ കാണുന്ന കാര്യങ്ങളെല്ലാം അനുകരിക്കുന്നത് ഏതൊരു കാലഘട്ടത്തിലാണ്? ഏർലി ചൈൽഡ്ഹുഡിലാണെന്ന് മറക്കരുത്. ഏർലി ചൈൽഡ്ഹുഡ് 2 to 6 years ആണ്. റാപ്പിഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലേണിംഗ് ത്രൂ പ്ലേ,
ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിപെൻഡൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. റാപ്പിഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇപ്പൊ റാപ്പിഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് മുന്നേ ഉള്ള സ്റ്റേജിൽ. ഇവിടെ ലാംഗ്വേജ്, ഭാഷ പഠിക്കുവാണ് അല്ലെ. റാപ്പിഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. റാപ്പിഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിലേക്ക്, ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിലേക്ക് എത്തുമ്പോൾ കുട്ടിക്ക് സംഭവിക്കുന്നത്. ലേണിംഗ് ത്രൂ പ്ലേ അല്ലെ. ലേണിംഗ് ത്രൂ പ്ലേ, കളിയിലൂടെയാണ് പഠിക്കുന്നത്, ഗെയിംസിലൂടെ, പ്രവൃത്തിയിലൂടെ, ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ, സ്വതന്ത്രമായി നിൽക്കാൻ, സ്വന്തമായി ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെ. അത്രയും നാള് മാതാപിതാക്കളായിരിക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അവനത് സ്വന്തമായി ചെയ്യാൻ പഠിച്ചു തുടങ്ങും. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സ്വന്തമായി ചെയ്യാൻ, ഇൻഡിപെൻഡന്റ് ആവാൻ കുട്ടി ശ്രമിക്കുകയാണ്. ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡിലാണ് വരുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് 2 to 6 years ആണ്. എല്ലാ സ്റ്റേജിന്റെയും ഏജ് പഠിച്ചു വെക്കണം. ഏജ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് 2 to 6 years ആണ്. റാപ്പിഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതുപോലെ ലേണിംഗ് ത്രൂ പ്ലേ, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിപെൻഡൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. ഇതുപോലുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. വളരെ ചുരുക്കി, വളരെ ഷോർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് തന്നേക്കുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ് ആൻഡ് മിഡിൽ ചൈൽഡ്ഹുഡ്. ലേറ്റർ ചൈൽഡ്ഹുഡ് ആൻഡ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ ട്രബിൾസം ഏജ് ഇപ്പൊ നമ്മള് ഏർലി ചൈൽഡ്ഹുഡ് പറയുമ്പോ ടോയ് ഏജ്, ഇമിറ്റേറ്റീവ് ഏജ് എന്നൊക്കെ നമ്മൾ ഓരോരോ പേര് പഠിച്ചു. ആ ഏജ്, ഈ ഏജ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോ ലേറ്റർ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡ് ട്രബിൾസം ഏജ് എന്നറിയപ്പെടുന്നു. എന്താണ്? കുട്ടിയുടെ വികാരങ്ങളെല്ലാം പെട്ടെന്ന് മാറും അല്ലെ. ചിലപ്പോൾ ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കാണാം, പെട്ടെന്ന് കരയുന്ന കാണാം അല്ലെ. ഒരു മിഠായി കൊടുത്താൽ ചിലപ്പോൾ കരച്ചിൽ മാറും ഭയങ്കരമായിട്ട്. എന്നാൽ കാരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അവനൊരു ഒരു കംഫർട്ട് സോണിലല്ല ഇരിക്കുന്നതെങ്കിൽ വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് കരയുന്ന സമയത്ത് നമ്മളൊരു പാവയോ കളിപ്പാട്ടമോ അല്ലെങ്കിൽ ഒരു മിഠായിയോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പ ചിരിക്കുന്നതും കാണാം. അപ്പൊ പല രീതിയിൽ പല സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ട്രബിൾസം ഏജ്, പെട്ടെന്ന് ദേഷ്യപ്പെടാം, പെട്ടെന്ന് കരയാം, പെട്ടെന്ന് ചിരിക്കാം. അപ്പോൾ ട്രബിൾസം ഏജ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലേറ്റർ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡ് ആണ് ട്രബിൾസം ഏജ് എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സ്ലോപ്പി ഏജ് എന്നറിയപ്പെടുന്നതും ഈ ഒരു സ്റ്റേജ് ആണ്. സ്ലോപ്പി ഏജ് ഒരു മടിയൻ കാലഘട്ടം എന്നാണ് ഇവിടെ പറയുന്നത്. മടിയൻ കാലഘട്ടം ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? മെസ്സി മിഡിൽ. കുട്ടിക്ക് എല്ലാം ചെയ്യാൻ ഒരു മടിയായിരിക്കും, എല്ലാത്തിനും ഒരു താല്പര്യമില്ലാത്ത, ഒരു മടി പിടിച്ചൊരു സമയം, അടുക്കും ചിട്ടയും ഇല്ലാതെ ഉള്ളൊരു ജീവിത കാലഘട്ടം. എനിക്ക് ഇന്ന രീതിയിൽ പോകണം, ഇന്ന രീതിയിലുള്ള പ്ലാൻസ് വേണം, ഇങ്ങനെയാവണം, അങ്ങനെയാവണം, അങ്ങനെയൊന്നും ഇല്ല. അവിടെ അടുക്കും ചിട്ടകളൊന്നും ഇല്ല. മെസ്സിയാണ് അല്ലെ. ഒരു മടിയൻ കാലഘട്ടം, ഒരു മടിയൻ പ്രായമാണ് ഇത് ഈ ഒരു ലേറ്റർ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്ലോപ്പി ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ട്രബിൾസം ഏജ്, സ്ലോപ്പി ഏജ്, ഇതൊക്കെ ലേറ്റർ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്യാങ് ഏജ് കണ്ടോ? ഗ്യാങ് ഏജ് ഇവിടെയാണ് വരുന്നത്. ലേറ്റർ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡിലാണ് ഗ്യാങ് ഏജ് വരുന്നത്. അപ്പൊ നമ്മൾ പ്രീ ഗ്യാങ് ഏജ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ച് ഇതാണെന്ന് വിചാരിക്കരുത്. പ്രീ ഗ്യാങ് ഏജ് ഏർലി ചൈൽഡ്ഹുഡിലാണ് വരുന്നത്. ഗ്യാങ് ഏജ് ആണ് എപ്പോഴും കൂട്ടുകൂടി നടക്കാൻ, കൂട്ടുകാരോടൊപ്പം നടക്കാൻ അല്ലെ. കൂട്ടുകാർ പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നതും കൂട്ടുകാരോടായിരിക്കും. അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും ചേട്ടനോടൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ പറയുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം ഫ്രണ്ട്സിനോടായിരിക്കും. ഫ്രണ്ട്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. ഗ്യാങ് ഏജ് എന്നുകൂടി അറിയപ്പെടുന്നു. ലേറ്റ് ചൈൽഡ്ഹുഡ് 6 to 12 years ആണ്. സ്കൂൾ ലൈഫ് ബിഗിൻസ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഇന്ററാക്ഷൻ വിത്ത് പിയേഴ്സ്, ഫോർമേഷൻ ഓഫ് ഹാബിറ്റ്സ് ആൻഡ് വാല്യൂസ്. അപ്പൊ സ്കൂൾ ലൈഫ് ബിഗിൻസ് ആണ്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്,
സോഷ്യൽ ഇന്ററാക്ഷൻ വിത്ത് പിയേഴ്സ്. അപ്പോ പിയർ ഗ്രൂപ്പ് ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടം ആളുകളോട് കൂടി ഇരിക്കാൻ, അവരുടെ കൂടെ പിയർ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ കൂട്ടം ആളുകളുടെ കൂടെ ഇരുന്ന് സഹവർത്തിത പഠനം അല്ലെ, സഹകരണത്തോടെ ഇരിക്കാൻ, അവരോടൊപ്പം ചെലവഴിക്കാൻ, അവരോടൊപ്പം ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടി ഇഷ്ടപ്പെടുന്നു, ഒരു ഗ്രൂപ്പായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. സാമൂഹികപരമായിട്ടുള്ള ബന്ധങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് അവിടെ കുട്ടി. അതുപോലെ ഫോർമേഷൻ ഓഫ് ഹാബിറ്റ് ആൻഡ് വാല്യൂസ് അല്ലെ, ഫോർമേഷൻ ഓഫ് ഹാബിറ്റ് ആൻഡ് വാല്യൂസ്. അതുപോലെ സ്കൂൾ ലൈഫ് ബിഗിൻസ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ലേറ്റ് ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡിലാണ് വരുന്നത്. അപ്പൊ ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പേരുകൾ പഠിക്കാൻ മറക്കരുത്. ട്രബിൾസം ഏജ്, സ്ലോപ്പി ഏജ്, ഗ്യാങ് ഏജ്, ഇതൊക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് മറക്കരുത്. അത് കഴിഞ്ഞിട്ടാണ് അഡോളസെൻസ് വരുന്നത്. അഡോളസെൻസ് അല്ലെ, അഡോളസെൻസ് വരുന്നത് നെക്സ്റ്റ് സ്റ്റേജ് ആണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. അഡോളസെൻസ് 12 to 80 years ആണ്. 12 to 80 years ആണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. റാപ്പിഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് അല്ലെ, അതെപ്പോഴും ഓർത്തു വെക്കുക. ഇമോഷണൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ് എന്തായാലും ഉണ്ടായിരിക്കും അഡോളസെൻസിൽ അല്ലെ. ശാരീരികപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങളോടൊപ്പം തന്നെ വികാരം അല്ലെ, വികാരങ്ങൾക്ക് ഇമോഷണൽ, വൈകാരികപരമായിട്ടുള്ള വികസനവും കുട്ടിക്ക് ഉണ്ടാകും. ശാരീരിക മാനസികപരമായിട്ടുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് അഡോളസെൻസ് ആണ്. 12 to 80 years ആണ് അല്ലെ. റാപ്പിഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് ആണ്. റാപ്പിഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ്. അത് കൂടാണ്ട് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, സെർച്ച് ഫോർ ഐഡന്റിറ്റി, സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് പിയർ ഗ്രൂപ്പ്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾ വരുന്നതൊക്കെ അഡോളസെൻസിലാണ്. 12 to 80 years ആണ്. ആദ്യത്തെ കാര്യം നമുക്കറിയാം, ശാരീരികപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള വികാസം സംഭവിക്കുകയാണ്. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ്. നെക്സ്റ്റ് ആണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ് വരുന്നത്. ഇനി അടുത്തതാണ് സെർച്ച് ഫോർ ഐഡന്റിറ്റി. സെർച്ച് ഫോർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം വ്യക്തിത്വത്തെ തിരയാണല്ലേ. ശരിക്കും ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ് എത്തേണ്ടത്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നത്, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് ഒക്കെ കുട്ടി ചിന്തിക്കുന്നത് എവിടെയാണ്? ഈ ഒരു 12 to 80 yearsന്റെ ഇടയിലാണെന്നാണ് പറയുന്നത്, അഡോളസെൻസിലാണെന്നാണ് പറയുന്നത്. അപ്പൊ സെർച്ച് ഫോർ ഐഡന്റിറ്റി, സ്വന്തം വ്യക്തിത്വത്തെ തിരയുന്നു. സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കാലഘട്ടം അല്ലെ, കൂട്ടുകാരോടൊത്തുള്ള ഒരു കാലഘട്ടം, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുമ്പോൾ ആ കുട്ടികൾ അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് അത്രമാത്രം ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെ. ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂട്ടുകാരോടൊപ്പം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു, കൂട്ടുകാരോടൊപ്പം ഇരിക്കാൻ, സമയം ചെലവിടാൻ അല്ലെ, ഗെയിം കളിക്കാൻ, അവരോട് സംസാരിക്കാൻ, വീട്ടുകാരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂട്ടുകാരോട് സംസാരിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. അപ്പൊ പേർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് ഇവിടെ അഡോളസെൻസില്. അതുപോലെ മിഡിൽ ചൈൽഡ്ഹുഡിലും ഈ ഒരു പേർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് പിയർ ഗ്രൂപ്പ് ആണ്. അതുപോലെ തന്നെ സെർച്ച് ഫോർ ഐഡന്റിറ്റി, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, റാപ്പിഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ്, ഇതൊക്കെ വരുന്നത് അഡോളസെൻസിലാണ്. 12 to 18 years ആണ് ഇവിടെ പ്രായമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അഡൾട്ട്ഹുഡ് ആണ് നെക്സ്റ്റ് വരുന്നത്. അഡൾട്ട്ഹുഡ് 80 to 60 years ആണ്. 80 to 60 years ഫുൾ ഫിസിക്കൽ ഡെവലപ്മെന്റ്, കരിയർ ആൻഡ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ മെച്യൂരിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇവിടേക്ക് വന്നപ്പോ മെച്യൂരിറ്റി വന്നു, റെസ്പോൺസിബിലിറ്റി വന്നു, അതുപോലെ തന്നെ കരിയർ എന്താകും, ഫാമിലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചു. അതുപോലെ ഫുൾ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ശാരീരികപരമായിട്ടുള്ള എല്ലാ വികാസവും സംഭവിച്ചു. ഈ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊക്കം വെക്കുകയോ വണ്ണം വെക്കുകയോ, വണ്ണം വെക്കും അല്ലെ. നമ്മുടെ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് വണ്ണം വെക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫുഡ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതിനെ കുറിച്ച് കുറവ് കഴിക്കുന്നത് വെച്ച്, അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ മെലിയാനും വണ്ണം വെക്കാനൊക്കെ കാരണമാകുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെയുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ്സ്, അതിലൊന്നാണ് ഉയരം അല്ലെ. അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലെ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് എല്ലാം നിന്നിട്ടുണ്ടായിരിക്കും.
അപ്പോ ഒരു പ്രായം കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് എല്ലാം നിൽക്കും. അപ്പോ 80 to 60 ഇയേഴ്സില് ഫുൾ ഫിസിക്കൽ ഡെവലപ്മെന്റും സംഭവിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്? കരിയറിനെ കുറിച്ച്, ഫാമിലിനെ കുറിച്ചൊക്കെ ചിന്തിക്കും അല്ലെ? അഡൾട്ട്ഹുഡിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് ജോലിയില്ല, എനിക്കിനി ഒരു ജോലി വേണം, എനിക്ക് ഒരു വിവാഹം കഴിക്കണം, കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നോക്കണമല്ലോ, അപ്പൊ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, അപ്പൊ ഞാനൊന്ന് സ്റ്റേബിൾ ആവണമല്ലോ. അപ്പൊ കരിയറിനെ കുറിച്ച്, ഫാമിലിനെ കുറിച്ച്, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് എല്ലാം ഈ അഡൾട്ട്ഹുഡിലാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് ഇമോഷണൽ മെച്യൂരിറ്റി, ഇമോഷണൽ ഇൻസ്റ്റേബിലിറ്റി ആയിരുന്നു മുന്നത്തെ സ്റ്റേജില് അല്ലെ. ഇവിടെ ഇമോഷണലി നമ്മൾ മെച്യൂർഡ് ആവും. ഇമോഷണലി ഓരോ കാര്യങ്ങളും, ഓരോ സ്ഥലത്തും എത്രത്തോളം വികാര പ്രകടനങ്ങൾ നടത്തണം, വികാരങ്ങളെ ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്തി വെക്കണം, എവിടെയൊക്കെ എങ്ങനെയൊക്കെ രീതിയിൽ പെരുമാറണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകും അല്ലെ. നമ്മുടെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ മാത്രമാണോ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെയും വിചാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ സമയത്ത് നമുക്ക് ഉണ്ടാകും. അവൻ എന്ത് സംഭവിക്കും ഞാൻ ഇത് പറഞ്ഞാൽ, അവൾക്ക് എന്ത് സംഭവിക്കും, ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ, പറഞ്ഞാൽ അങ്ങനെ ബാധിക്കുമല്ലോ, അങ്ങനെ രീതിയിലുള്ള എല്ലാ ചിന്താഗതികളും ആർക്കുണ്ടാകും? കുട്ടിക്കുണ്ടായിരിക്കും. അതാണ് ഇമോഷണൽ മെച്യൂരിറ്റി. 80 to 60 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഇമോഷണൽ മെച്യൂരിറ്റി വരുവാണ്. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് കടമകൾ അല്ലെ നമുക്കുണ്ട്. ഈ കടമകളെല്ലാം നിർവഹിക്കണം, ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി കുട്ടിക്ക് ഉണ്ടാകുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ 80 to 60 ഇയേഴ്സ് ആണ്. ഫുൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, കരിയർ ആൻഡ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ മെച്യൂരിറ്റി, അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഓൾഡ് ഏജ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് അല്ലെ. സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റിലെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പ്രീനാറ്റൽ സ്റ്റേജിൽ തുടങ്ങി ഓൾഡ് ഏജിൽ എത്തിയേക്കുവാണ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ഓൾഡ് ഏജ് 60 ഇയേഴ്സ് ആൻഡ് എബോവ് ആണ്, 60 വയസ്സിന് മുകളിൽ. അപ്പോ 60 ഇയേഴ്സ് ആൻഡ് എബോവ് ആണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ഡിക്ലൈൻ ഇൻ ഫിസിക്കൽ സ്ട്രെങ്ത്, ഇൻക്രീസ് ഇൻ ലൈഫ് എക്സ്പീരിയൻസ്, നീഡ് ഫോർ കെയർ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, റെസ്റ്റ് ആൻഡ് റിഫ്ലക്ഷൻ അല്ലെ. അപ്പൊ എന്താണ്? ഡിക്ലൈൻ ഇൻ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ഫിസിക്കൽ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും അതല്ലേ. കുറഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും. എപ്പോഴും ആരോഗ്യവാനായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആരോഗ്യപരമായിട്ട് ഒന്ന് തകരുമെങ്കിലും ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആരോഗ്യം വളരെ ക്ഷയിച്ച് നമ്മൾക്ക് ചെറുപ്പത്തിലെ നമ്മൾ ആ ഒരു യൗവന കാലഘട്ടത്തിൽ, ഒരു ടീനേജിൽ ഒക്കെ നടന്നതുപോലെ നമുക്ക് നടക്കാൻ സാധിക്കില്ല അല്ലെ. ചില ആളുകളുടെ അവരുടെ എക്സസൈസ്, അവരുടെ ജീവിത സാഹചര്യം അല്ലെ, അവർ ഫോളോ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് എത്ര വയസ്സായാലും വളരെ ആരോഗ്യവാന്മാരായിട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ ഒരു 70 ഇയേഴ്സ് 80 ഇയേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഡിക്ലൈൻ ഇൻ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ഫിസിക്കൽ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. അത് കൂടാണ്ട് ഇൻക്രീസ് ഇൻ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെ. ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം വളരെ കൂടുതലായിരിക്കും. ഒരുപാട് കാലം ജീവിച്ചു വന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ജീവിത കഥകൾ ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നീഡ് ഫോർ കെയർ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, കെയറും ഇമോഷണൽ സപ്പോർട്ടും, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും കെയർ കൊടുക്കണം, പരിപാലിക്കണം, പരിചരിക്കണം. അപ്പൊ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടിയെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നോക്കുന്നോ അതേ രീതിയിൽ തന്നെ ഓൾഡ് ഏജിൽ എത്തുമ്പോൾ അയാളെ നമ്മൾ നോക്കണം. എപ്പോഴും ഒരു കുട്ടിയെ പോലെ മാർക്കും. ആ കുട്ടി നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ എങ്ങനെയാണോ പെരുമാറിക്കൊണ്ടിരുന്നത് അതേലേക്ക് തന്നെ തിരിച്ചു പോകും. ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ കുറുമ്പ്, വാശി, ദേഷ്യം ഇതൊക്കെ വീണ്ടും വരും. ഒരു കുട്ടിയെ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങും. ഓൾഡ് ഏജിലുള്ളവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതറിയാൻ പറ്റും. അപ്പൊ എന്താണ്, അവർ തിരിച്ച് അതേപോലെ തന്നെ പെരുമാറും. കുറുമ്പായിക്കോട്ടെ, വാശിയായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, ഇതൊക്കെ തന്നെ അവർക്കുണ്ടായിരിക്കും. അപ്പൊ നീഡ് ഫോർ കെയർ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്. അപ്പോ കെയറും ഇമോഷണൽ സപ്പോർട്ടും പരിചരണവും പരിപാലനവും എല്ലാം ആർക്ക് ആവശ്യമാണ്? ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ആവശ്യമാണ്. റെസ്റ്റ് ആൻഡ് റിഫ്ലക്ഷൻ ആണ്. അപ്പോ എപ്പോഴും അവർക്ക് റെസ്റ്റ് ആണ് വേണ്ടത് അല്ലേ. എപ്പോഴും അവർക്ക് റെസ്റ്റ് ആണ് വേണ്ടത്. ലാസ്റ്റ് ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, വാർദ്ധക്യത്തിൽ എത്തുന്ന ആളുകൾ എപ്പോഴും എന്ത് ചെയ്യണം? റെസ്റ്റ് ആണ് അവർക്ക് വേണ്ടത്. റെസ്റ്റ് ആൻഡ് റിഫ്ലക്ഷൻ ആണ്. അപ്പോ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് 60 ഇയേഴ്സ് ആൻഡ് എബോവ് ആണ്. അവിടെ ഡിക്ലൈൻ ഇൻ ഫിസിക്കൽ
സ്ട്രെങ്ത്, ഇൻക്രീസ് ഇൻ ലൈഫ് എക്സ്പീരിയൻസ്, നീഡ് ഫോർ കെയർ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ റെസ്റ്റ് ആൻഡ് റിഫ്ലക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടിരുന്നത് എന്താണ്? പരീക്ഷയ്ക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഭാഗം പഠിക്കണം. നമ്മൾ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് നോക്കിയത്. സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ക്ലാസ് കണ്ടതിന് ശേഷം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ ഇതേപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ആയിട്ട് ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള ടോപ്പിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പൊ ആ ഒരു ടോപ്പിക്ക് വെച്ച് ക്ലാസ്സുകൾ പോകാലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്